ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിതീഷ്. നമ്മളൊരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ നല്ല സ്പീഡും നല്ല പെർഫോമൻസൊക്കെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ കുറച്ച് പഴകി കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡും എല്ലാം കുറയും. അപ്പം നമുക്ക് ആദ്യം വാങ്ങിയപ്പോൾ ഉള്ള അതേ സ്പീഡ് തന്നെ എങ്ങനെ അപ്പോഴും നിലനിർത്താം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയാകുമ്പോൾ എങ്ങനെ പഴയ ഫോണിന് പുതിയൊരു ഫോൺ പോലെ തന്നെ ആക്കാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ചെയ്യുന്നതിന് മുമ്പായി നിങ്ങളുടെ കോണ്ടാക്ട്സും ഫോട്ടോസും വീഡിയോസും എല്ലാം ബാക്കപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഫോണ് റീസ്റ്റാർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ വീഡിയോ നിർത്തി പോകരുത്. റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ സെറ്റിങ്സ് പോയി ചെയ്യുന്ന തരത്തിലുള്ള റീസ്റ്റാർട്ടല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് വേറെ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എല്ലാം ഒന്ന് ബാക്കപ്പ് ചെയ്യുക. അപ്പോൾ ഞാനിത് ഓരോ സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞു തരുന്നത്. ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ സൈൻ ഇൻ ചെയ്തിരുന്ന ജിമെയിലും പാസ്വേഡും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം. സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ വോളിയം അപ്പ് ബട്ടണും ഡൗൺ ബട്ടണും പ്ലസ് പവർ ബട്ടണും അമർത്തി പിടിക്കുക. നിങ്ങളുടെ സ്ക്രീന് ഓണായി വരുന്നത് വരെ നിങ്ങളത് അമർത്തി പിടിക്കുക. ഫോൺ ഓണായി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോകുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ റിക്കവറിയിലേക്കാണ്. അപ്പോൾ പേടിക്കേണ്ട ഒന്നുമില്ല, ഇത് വെറും ഒരു റിക്കവറിയാണ്. പേടിക്കൊന്നും വേണ്ട. ഇതിൻ്റെ ഇൻ്റർഫേസ് കണ്ടിട്ട് അപ്ലൈ ഡാറ്റ ഫാക്ടറി റീസെറ്റ് എന്നതിലേക്ക് സെലക്ഷൻ നിങ്ങളുടെ വോളിയം അപ്പ് ബട്ടണും ഡൗൺ ബട്ടണും ഉപയോഗിച്ച് കൊണ്ടുവരിക. അതിനുശേഷം പവർ ബട്ടൺ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുക. പിന്നെ എസ്സിലേക്ക് സെലക്ഷൻ കൊണ്ടുവന്ന് ഓക്കെ പ്രസ് ചെയ്യുക, അതായത് പവർ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ ഫോണിലുള്ള ഡാറ്റയും ആപ്പും എല്ലാ വീഡിയോസും ഫോട്ടോസും എല്ലാ ആപ്പിനെയും കാഴ്ചയും എല്ലാം ഡിലീറ്റ് ചെയ്ത് പോകും. അതിനുശേഷം റീബൂട്ട് സിസ്റ്റം നൗ എന്നത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോൺ റീബൂട്ട് ചെയ്യാം. ഫോൺ റീബൂട്ട് ചെയ്ത് വരാൻ ഏകദേശം 10-15 മിനിറ്റുകൾ എടുക്കും. അപ്പോൾ ആ സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഫോൺ റീബൂട്ടായി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു സ്ക്രീനാണ് നമുക്ക് ഓപ്പൺ ആയി വരുന്നത്. നമ്മുടെ നെറ്റുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ ജിമെയിൽ ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, ജിമെയിൽ പാസ്വേഡും ഓർമ്മ വേണം. ആ ജിമെയിലും പാസ്വേഡും എൻ്റർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഫോൺ ഓൺ ആവത്തുള്ളൂ. അപ്പോൾ ആ ജിമെയിലും പാസ്വേഡും എൻ്റർ ചെയ്യാം. കണ്ടോ, നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഏതാണോ ഇതിൽ ചെക്ക് ചെയ്തായിരുന്ന ആ ജിമെയിൽ അക്കൗണ്ട് ഇതിൽ അടിച്ചു കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് ചോദിക്കും, പാസ്വേഡും അടിച്ചു കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് ചോദിക്കുമ്പോൾ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതുപോലൊരു വിൻഡോ നിങ്ങൾക്ക് തെളിഞ്ഞ് വരുമ്പോൾ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കപ്പ് ഡാറ്റ ടു ഡിവൈസ് ചെയ്ത് ഒന്ന് അൺടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണ് പുതിയതുപോലെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫോണ് ബൂട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം, നമ്മുടെ ഫോൺ പുതിയതായിട്ട് കിട്ടുമ്പോൾ ഒരു ഫോൺ പുതിയതായിട്ട് മേടിച്ച് കിട്ടുമ്പോൾ ഉള്ള അതേ ഒരു ലുക്ക് ആൻഡ് ഇതാണ് കിട്ടുന്നത്. അതേ പെർമിഷൻസൊക്കെ ഗ്രാൻഡ് ചെയ്യാൻ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഫോണിലത്തെ എല്ലാം പോയി, അതായത് നമ്മുടെ ഡാറ്റ എല്ലാം പോയി, അതായത് ആപ്ലിക്കേഷൻസും വീഡിയോസും ഫോട്ടോസും എല്ലാം പോയി. ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി. ടെക്നോളജി സംബന്ധമായ വീഡിയോസാണ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാറ്. ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് ഇടയിലുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. സ്നേഹപൂർവ്വം, നിതീഷ്. Bye.